അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വീണ്ടും നമ്മൾ ആദരക്കുട്ടി നമ്മളെ ലോറിയിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? മാറ്റി പിടിച്ചു. അതെ, ഇപ്രാവശ്യം ചെറിയൊരു മാറ്റമുണ്ട്. പൂനെക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, കൂടെ നമ്മളെ ക്യാമറമാനായ നമ്മളെ ആരാണ്, ജോൺസൺ മാഷ്. അതെ, ജോൺസൺ മാഷ് നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ജോൺസൺ മാഷും സുരേഷ് ചേട്ടനും കൂടെയൊക്കെ വണ്ടിയിൽ കുറച്ച് സ്റ്റിക്കർ പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ പോലും അറിഞ്ഞില്ല കേട്ടോ. അപ്പം നമ്മുടെ വണ്ടിയിൽ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് പകൽ കാണിക്കാം. നമ്മളിപ്പോൾ സമയം ഇപ്പോൾ രാത്രി എന്ന് പറയാൻ പറ്റില്ല, വെളുപ്പ് കേൾക്കാറായി 2 മണിയായിട്ടോ. നമ്മൾ ലോഡ് കയറ്റി കഴിഞ്ഞപ്പോൾ 2 മണിയായി. നമ്മളിപ്പോൾ പെരുമ്പാവൂരിന്ന് ഫ്ലൈവുഡുമായിട്ട് പൂനെയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ബാക്കി നമുക്ക് പകൽ നമ്മുടെ വണ്ടിയുടെ മാറ്റങ്ങളൊക്കെ കാണാം. എന്നാൽ പോലെ തുടങ്ങിയാലോ ജോൺസൺ മാഷ്? റെഡിയല്ലേ? ഓക്കെ, ബാ. അടഞ്ഞോ? എന്നിട്ട് ആ ലോക്കും കൂടെ ചെയ്തേര്. ലോക്ക് ചെയ്തോ? അതുകൊണ്ട് നമ്മളെ ജോൺസൺ മാഷിനെ ഒന്നും കാണിച്ചില്ലല്ലോ. ജോൺസൺ മാഷ് മുകളിൽ കയറി കിടക്കാൻ പോവാണ് അല്ലേ? സമയം 2 മണിയായി. എന്തോ ചോദിക്കുന്നല്ലോ. അങ്കമാലിയാ? നേരെ ആ ചേട്ടാ ഒറ്റയ്ക്കേ ഉള്ളൂ അങ്കമാലിക്ക്. അപ്പോൾ ജോൺസൺ മാഷിന് കുറച്ച് റെസ്റ്റ് ആണ്. നമ്മൾ ഓടി തുടങ്ങിയില്ലല്ലോ, നമ്മളിപ്പോൾ പെരുമ്പാവൂരിൻ്റെ ഇപ്പുറത്ത് നിൽക്കുക. സ്റ്റിക്ക് ഇവിടെ ഉണ്ട്, എടുത്തോ. സ്റ്റിക്കില്ലേ? കിട്ടിയില്ലേ? സ്റ്റിക്ക് ആ ബാഗിൽ നോക്ക്, കാണും. അപ്പോൾ നമുക്ക് നേരെ ഇവിടുന്ന് അങ്കമാലി തിരിഞ്ഞ് നമുക്ക് പൂനെ. അങ്കമാലിയിൽ നിന്ന് നേരെ പൂനെ അല്ല, പയ്യെ പൂനെ കേട്ടോ. നമ്മളിപ്പോൾ 2 മണി കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിന്ന് കുറച്ച് കേരളത്തിൽ ഓടാൻ പറ്റത്തുള്ളൂ. രാത്രി ഓടണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷേ ലോഡ് കിട്ടി, എല്ലാം ലോഡായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി താമസിച്ചു പോയി. അപ്പോൾ നമുക്ക് പൂനെക്കുള്ള യാത്ര തുടങ്ങാം. ഏതാണ്ട് ഒരു 1400ഓളം കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പം ഇന്നൊന്നും നടന്നില്ല. നമ്മൾ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് കേരളം ഓടായിരുന്നു. പ്രത്യേകിച്ച് രാത്രി ആണ് നമുക്ക് കേരളത്തിൽ ഓടാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ലോഡ് ലേറ്റായിപ്പോയി. ഇനിയിപ്പോൾ നാളത്തെ പരിപാടി, നാളെ നിനക്ക് കുറച്ച് പണിയുണ്ട്. എന്തൊക്കെ അറിയോ? മെയിൻ കാര്യം ഒന്ന് കുക്കിങ്, നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരണം. രണ്ടാമത്തെ മെയിൻ ടാസ്ക് വെച്ചാൽ പല ട്രിപ്പിലും പറ്റുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവുകളില്ലേ, പലതും എഴുതാൻ വിട്ടു. അപ്പോൾ നിനക്ക് ബുക്കും ബാനൊക്കെ തന്നിട്ട് നീ എൻ്റെ അടുത്ത് ചോദിച്ച് എഴുതിക്കൊള്ളണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് അടുത്ത ട്രിപ്പ് കഴിഞ്ഞിട്ട് നമുക്ക് കണക്കെല്ലാം നമ്മളെ വ്യൂവേഴ്സിന് കൊടുക്കണം. കഴിഞ്ഞ വീഡിയോയിലൊക്കെ വിചാരിച്ചാണ്, പക്ഷെ പലതും എഴുതാനൊക്കെ വിട്ടൊക്കെ പോയതുകൊണ്ടും ഒരു കറക്റ്റ് രീതിയിൽ എഴുതിയെടുക്കണം കേട്ടോ. അത് നിന്റെ ടാസ്ക്കാണ്. അപ്പോൾ നമുക്കിനി പെരുമ്പാവൂർ വഴി അങ്കമാലി വഴി നമുക്ക് പോവാം. നമ്മളെ ഏകദേശം നമ്മൾ പോകുന്നതൊക്കെ നമ്മൾ ഇതിനു മുമ്പേ പോയ റൂട്ടൊക്കെ തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ഡെസ്റ്റിനേഷൻ വ്യത്യാസമുണ്ട്. ഞാനും ഇതുവരെ ലോറിയും കൊണ്ട് പൂനെക്കൊന്നും പോയിട്ടില്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് പൂനെക്ക് പോകുന്നത്. വേറൊരു കാര്യം എനിക്കറിയോ, അതായത് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി. നമ്മൾ ജോൺസൺ മാഷ് വീട്ടിലൊന്നും പോയില്ല. ഇവിടെ എറണാകുളത്ത് നിന്ന് വണ്ടിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം റെഡിയാക്കി, സ്റ്റിക്കർ ഒട്ടിച്ച്, പിന്നെ വണ്ടി വാട്ടർ സർവീസ് ചെയ്ത്, എല്ലാം നാളെ പകൽ കാണിച്ചു തരാം വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്കൊക്കെ കേട്ടോ. അതെല്ലാം ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ട് ലോഡ് എടുക്കാമെന്നുള്ള സ്ഥലത്ത് വണ്ടി കൊണ്ടുവച്ച്, എന്നിട്ടാണ് ഞാനും ആതിരയും കൂടെ എത്തിയത് കേട്ടോ. നമ്മളങ്ങനെ അങ്കമാലി ഹൈവേയിലോട്ട് കയറി കേട്ടോ. ഇനി നമുക്ക് കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് തിരിയേണ്ടത്. ചാലക്കുടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് കോട്ടയിൽ നിന്ന് തിരിഞ്ഞ് 3 പിടിയൊക്കെ പോയി അതുവഴിയാണ് നമ്മൾ പോകുന്നത്. നീ ഇപ്പൊ കൊറേ ദിവസമായല്ലേ വീഡിയോയിലൊക്കെ വന്നിട്ട്, ആ ഒരു ഫ്ലോ പോയല്ലേ? അതങ്ങനെ കേട്ടോ. നമ്മൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരമൊന്നും വരത്തില്ല. അതിലിപ്പോ എത്ര ദിവസമായി നീ ഇപ്പൊ വന്നിട്ട്? നമ്മള് 2 ട്രിപ്പ് 2 ആഴ്ച കൂടുതലായി വീഡിയോയിൽ വന്നിട്ട് തന്നെ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട്. നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ശരിയായിക്കോളും. സമയം ഇപ്പൊ 3:12 3:12 ആയി കേട്ടോ. നമ്മളിതുവരെ ഉറങ്ങിയത് ഒന്നുമില്ല. നമ്മള് രാത്രിത്തെ ആഹാരമില്ലേ, അത് ഇന്നലത്തെ രാത്രിത്തെ ആഹാരം നമ്മൾ കഴിച്ചത് ഇപ്പൊ ഒരു 2 മണിക്കാണ് നമ്മൾ ആഹാരം കഴിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുത്തത് കേട്ടോ. അവിടെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വെച്ചിരുന്നപ്പോഴത്തേക്ക് അങ്ങ് ലേറ്റായത് 2 മണിയായി. എന്നിട്ട് ഇന്നലത്തെ രാത്രിത്തെ ഫുഡാണ് നമ്മൾ 2 മണിക്ക് കഴിച്ചത്. എന്നിട്ടാണ് നമ്മൾ വണ്ടി എടുത്തോണ്ട് പോകുന്നത് കേട്ടോ. അതെ വെളിവശം അതൊക്കെ നമുക്ക് സ്റ്റിക്കറൊക്കെ നമുക്ക് നാളെ കാണിക്കാം. വീഡിയോ എടുക്കുമ്പോ ഈ സ്റ്റിക്കർ വരും കേട്ടോ. അത് സാരമില്ല, അത് അങ്ങോട്ടങ്ങ് എടുത്താൽ മതിയല്ലോ.
അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളിനി രാത്രി നമ്മൾ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നാളെ രാവിലെ നിങ്ങൾക്ക് വണ്ടിയൊക്കെ കാണാൻ എന്തായാലും താല്പര്യം കാണും എല്ലാവർക്കും. വണ്ടിയുടെ ഇപ്പത്തെ വണ്ടി നമ്മൾ പഴയ വണ്ടിയല്ലല്ലേ, നീ കണ്ടപ്പോ നിനക്ക് എന്ത് തോന്നി? ഭയങ്കര മാറ്റം. ഇത് പഴയ വണ്ടിയാന്ന് കണ്ടാലേ പറയട്ടെ, വണ്ടി മൊത്തം മാറി, മൊത്തത്തില് മാറി. റോഡിൽ വെച്ച് ആർക്കെങ്കിലും കണ്ടാൽ പോലും പെട്ടെന്ന് അതാണ് എനിക്കൊരു ഇതായത്. പെട്ടെന്ന് നമ്മളെ വണ്ടി ഇനിയിപ്പോ നമ്മള് വീഡിയോ കണ്ടു വരുമ്പോ മനസ്സിലാവും. നമ്മളെ പഴയ വണ്ടി കണ്ടുള്ള ഈ നമ്മൾ ഈ ഇപ്പൊ ഇടുന്ന വീഡിയോ കാണാത്തവർക്ക് ചിലപ്പോ നമ്മളെ വണ്ടി മനസ്സിലാകത്തില്ല ഇനി കേട്ടോ. സത്യം പറഞ്ഞാൽ ബ്ലാക്ക് കളറേ മാറിപ്പോയത്. ഇപ്പൊ പുതിയ കളറായി. അതൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് നാളെ രാവിലെ എല്ലാം കാണിക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി സ്റ്റോറി ഇട്ടിട്ടുണ്ട്. നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തുവാ, രാത്രിയിൽ ഇനി കൂടുതൽ കാഴ്ചകൾ കാണിക്കുന്നില്ല. ഇപ്പൊ 3 മണി, ഞാൻ ഒരു 5 മണി വരെ ഞാൻ ഓടിച്ചിട്ട് അപ്പത്തേക്ക് ജോൺസൺ മാഷ് ഇപ്പോൾ ഉറങ്ങുവാണ്. എന്നിട്ട് ജോൺസൺ മാഷിലേക്ക് കൊടുക്കും. എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരൂരെത്തി കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 9.5 കിലോമീറ്റർ താനൂര്. നമ്മളിപ്പോ മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ഹെവി വെഹിക്കിൾ ടേൺ റൈറ്റ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇത് താഴെ പാലം എന്ന് പറയും. തിരൂരങ്ങാടി എത്തി. കോഴിക്കോട് എന്ന് പറയുന്നത്, കോഴിക്കോട് ഇവിടുന്ന് 48 കിലോമീറ്റർ, കടലുണ്ടി 27, മാനന്തവാടി 141, മംഗലാപുരം 251, കാസർഗോഡ് 234, കൽപ്പറ്റ 110. അങ്ങനെ കുറേ ബോർഡുകൾ നമുക്ക് കാണാം കേട്ടോ, കുറേ സ്ഥലത്തിൻ്റെ കിലോമീറ്ററുകളൊക്കെ. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ ഒരുപാടൊന്നും ഓടിയില്ല, അതിന് വേണ്ടിയുള്ള സമയം നമുക്ക് കിട്ടിയില്ലായിരുന്നു. നമ്മൾ ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങിയത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൂരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ പൂരപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മലപ്പുറം ജില്ല തന്നെയല്ലേ? മലപ്പുറം ജില്ല തന്നെയാണ്. അപ്പൊ നമ്മളെ വണ്ടിയുടെ ഇപ്പത്തെ ലുക്ക് കാണണ്ടേ? നെട്ടിപ്പോയല്ലോ ഇത് കണ്ടിട്ട്. ഇന്നലെ അതെ, കൂടെ ഞെട്ടേണ്ടി വരും. അമ്മാതിരി ചേഞ്ചാണ് വണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഇനി മുതൽ നമ്മളെ വണ്ടി ഈ ലുക്കായിരിക്കും. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നമ്മൾ ജോൺസൺ മാഷിനാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് കാണാം കേട്ടോ. വണ്ടി കാണിച്ച് നമുക്ക് ഇന്നത്തെ യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മുടെ ജോൺസൺ മാഷ് ഇവിടെ ഉണ്ട്. രാവിലെ തന്നെ നമ്മുടെ വണ്ടി കാണണ്ടേ? അപ്പോൾ നിലവിൽ നമ്മുടെ വണ്ടിയുടെ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ ത്രയംബക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന എടുത്ത് മുകളിലാക്കി അതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി, കളറൊക്കെ മാറ്റി. പിന്നെ നമ്മുടെ മാക്സിമസ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയതും കാര്യങ്ങളെല്ലാം നമ്മുടെ ജോൺസൺ മാഷാണ് എഴുതിയതല്ല, അതിനെല്ലാം ഐഡിയ പറഞ്ഞു കൊടുത്തല്ലേ. താഴേന്ന് തുടങ്ങുവാണെങ്കിൽ നമ്മൾ മൊത്തത്തിലെല്ലാം കളറും മാറ്റിയിട്ടുണ്ടല്ലേ. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ വന്നു. പിന്നെ നമുക്ക് മൊത്തത്തിലൊരു കുതിരയുടെ ടൈപ്പാണ്. കുതിരയുടെ കുറേ പടങ്ങളൊക്കെ കാണാം അവിടെ, 1-2 കുതിര പടങ്ങൾ. ഇതൊക്കെ കൊടുത്ത് മൊത്തത്തിൽ മാറി. പിന്നെന്താ, പിന്നെ ഗ്ലാസിന് ഗ്ലാസിന് ശരി, നമ്മൾ ഗ്ലാസിനും കണ്ടോ ഗ്രാഫിക്സ് ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ അടിപൊളിയല്ലേ. ഇവിടെ ഏതുണ്ട് എക്സ് ആന്തേന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ആരാ പറഞ്ഞ ഐഡിയ? ഇത് അതൊക്കെ ഉണ്ട്, ആ കടയിൽ നിന്ന് അവരെന്നെ എടുത്ത് ചെയ്താണോ? ചെയ്തു എക്സ് ആന്തേന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ മേളില് ഇതുകൊണ്ട് വൈൽഡ് ബ്രോക്കറിനെ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ സോളോ ട്രാവലറിൻ്റെ സിമ്പിൾ ഇവിടെ കേട്ടോ. ഇവിടെ ഒരു കുതിരയുടെ ഇതാണ് കേട്ടോ. ഇപ്പുറത്ത് വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്, ഞാൻ ഇപ്പുറത്ത് കാണിക്കാം. അപ്പം അത് എഴുത്തൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കണ്ടോ ഇപ്പുറത്താണ് ലുക്കായില്ലേ, ഫുള്ള് ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സിൽ മൊത്തത്തിൽ കുതിരയും കളറേ അങ്ങ് മാറിയല്ലേ വണ്ടിയുടെ. ഇതിപ്പോ കറുപ്പ് വണ്ടിയാന്ന് കണ്ടാ പറയത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ. ഇതൊക്കെ എന്താ ഇതിന്റെ അർത്ഥം എന്നൊക്കെ ജോൺസൺ മാഷിന് പോലും അറിയത്തില്ലെന്ന് തോന്നുന്നു. അറിയാവോ ഇതിന്റെ അർത്ഥം? അറിയാം. എന്താന്ന്? അതൊക്കെ നമുക്കറിയാം. അതൊക്കെ നമുക്കറിയാം. എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ലുക്ക് തുറന്നത്. അപ്പൊ ഇനി നിങ്ങളെ വണ്ടി നമ്മുടെ പഴയ വണ്ടിയല്ല, ഇനിയിപ്പോൾ ഈ കളറിലായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ചൈനീസ് ഒക്കെ ഉണ്ട്, മാക്സിമസ് എന്നൊക്കെ ആയിട്ടുണ്ട്. ത്രയംബക നമ്മൾ ടോപ്പിലാക്കി, അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ ഇല്ല. എന്തോ അതിന്റെ അർത്ഥം? മനുഷ്യരാശിയുടെ സംരക്ഷകനോ? അതാണ് എക്സാന്തി എന്ന് പറഞ്ഞാൽ. ഓ അത് ശരി. ഇപ്പൊ നോക്കി, ഇപ്പൊ സ്പോട്ടില് നോക്കി പറയുന്നത് അല്ലേ? എന്തായാലും കൊള്ളാം, അതാണ് അർത്ഥം. എക്സാന്തി എന്ന് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ സംരക്ഷകനോ? അത് കൊള്ളാം, അതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞത്.
എന്തായാലും ഇനിയിപ്പോൾ നമ്മളെ വണ്ടി കാണുന്നത് നോക്കിയോ, ഇതായിരിക്കും നമ്മുടെ വണ്ടിയുടെ പുതിയ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നമുക്കിപ്പോൾ നമ്മളെ ലോഡൊന്നും കാണിച്ചില്ലല്ലോ. നമ്മളെ ലോഡെന്ന് പറയുന്നത് പ്ലൈവുഡിൻ്റെ ലോഡാണ്. അതിൻ്റെ പുറകെ തൊട്ട് പുറകിലൊരു വണ്ടി കൊണ്ട് വെച്ചല്ലോ. ഫുള്ള് നമ്മൾ സ്ഥിരം കയറ്റുന്നത് തന്നെ പ്ലൈവുഡിൻ്റെ ലോഡാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇതാണ് ഇവിടെ ലൊക്കേഷൻ. ഇവിടെ ലോറിക്കാരെല്ലാം പാർക്ക് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഇവിടെ പാർക്ക് ചെയ്യാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോട്ടലുകളുണ്ട്, അതുപോലെ പാർക്ക് ചെയ്യാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട്. വണ്ടിക്കാർ ഞങ്ങളും ഇതിനു മുമ്പൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എക്സാമിന് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? മോഡൽ എഴുതിയേക്കുന്നത് എന്താണെന്നറിയോ? മോളിൽ എന്താ ഇരിക്കുന്നത് പറ. വന്യമായ ഹൃദയം. വന്യമായ ഹൃദയം തകർക്കാൻ കഴിയില്ല. ഓ, വന്യമായ ഹൃദയം തകർക്കാൻ കഴിയില്ല എന്നാണ് കേട്ടോ. എന്നാ വെച്ചാൽ കയറിക്കോ, തകർക്കുമല്ലേ. വാ കയറി, നീ അകത്തോട്ട് കയറിക്കോ. മാക്സിമോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അത് പറഞ്ഞില്ലല്ലോ. എന്താ മാക്സിമോസ്? എന്തോ മാക്സിമോസ് ഏറ്റവും വലിയ അത്രേ ഉള്ളൂ മാക്സിമം. അപ്പൊ അതൊക്കെയാണ്. ഇത് ഈ ചൈനീസ് എന്തോ? ഇതെന്തോ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്? ചൈനീസോ? ചൈനീസ്. അത് നിങ്ങൾക്ക് ചൈനീസ് അറിയത്തില്ല വായിക്കാൻ വേണ്ടിട്ട്? ഇല്ല, നമുക്ക് നിങ്ങളത് വായിച്ചു വരുവാണെങ്കിൽ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ആണല്ലേ. ഇത് നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ നോക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ. നമ്മൾ വണ്ടിയുടെ എന്നാ വണ്ടി എടുത്തോ, ഫ്രണ്ടിലോട്ട് എടുത്തോ. അപ്പൊ ഞാനും ആതിരെ ഇപ്പൊ ഇച്ചിരി ഫ്രീ ആയി. മറ്റേ ഒന്നെങ്കിൽ ഞാൻ വണ്ടി ഓടിക്കും, ഇല്ലെങ്കിൽ ഇന്നലെ രാത്രി 2 മണി തൊട്ട് രാവിലെ ഒരു 6 മണി വരെ ഞാൻ തന്നെ ഓടിച്ചത്. ഉറങ്ങിയത് ഇന്നലെ രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങിയില്ലായിരുന്നു. രാവിലെ ഇച്ചിരി ഒരു 2 മണിക്കൂർ ഉറങ്ങി. ജോൺസൺ മാഷ് ഇന്നലെയൊക്കെ ഉറങ്ങി. അതുകൊണ്ട് ഇന്ന് ഇച്ചിരി പണി കൊടുക്കാം അല്ലേ. ഇന്ന് ഇച്ചിരി ഓടിച്ചോ. നമ്മളപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊക്കെ ഓടിക്കാട്ടോ. നമുക്ക് രാവിലെ ആയപ്പോഴത്തേക്കും ജോൺസൺ മാഷ് ഭയങ്കര പാട്ടും ഒക്കെ ആയിട്ട് വണ്ടി ഓടിപ്പോ നമ്മളെ ഈ വീഡിയോയിൽ കാണുന്നതാണ്. ഞാൻ ഇതിനടുത്ത് പറഞ്ഞപ്പോ നീ വിശ്വസിച്ചില്ലല്ലോ. വീഡിയോ എടുക്കുമ്പോ ജോൺസൺ മാഷ് ഒരു വക മിണ്ടത്തില്ല. അല്ലാത്തപ്പോ വാ തുറന്ന കോമഡിയെ ആണ്. പക്ഷെ ആ സംഭവം നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല. നമുക്ക് അറിയാതെ എടുക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, രഹസ്യമായിട്ട് വീഡിയോ എടുക്കും. അതെ അതെ, രഹസ്യമായിട്ട് എടുത്താൽ ചില ആൾക്കാരുടെ നല്ല ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. എനിവേ നമ്മളെ യാത്ര നമുക്ക് തുടങ്ങാം. ഇനിയെന്താ പറയാ, നമുക്ക് ഇനി പരപ്പനങ്ങാടി, കോഴിക്കോട് ഒക്കെ പോകണം കേട്ടോ. നമ്മൾ ഇപ്പൊ പകല് കേരളം കവർ ചെയ്യാണ്. പലപ്പോഴും നമുക്ക് പകൽ അങ്ങനെ വലുതായിട്ട് കേരളം കവർ ചെയ്യാൻ കിട്ടാറേ ഇല്ല. നല്ല ചൂടുണ്ട് രാവിലെ തന്നെ. അപ്പൊ ഇന്ന് നമുക്കൊരു ഭാഗ്യം കിട്ടി, യാദൃശ്ചികമായിട്ട് കിട്ടിയതാണ്. അപ്പം അത് നിങ്ങളുടെ എല്ലാ നാട്ടിലെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പല ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്ന പലരും ഈ ഭാഗത്ത് എല്ലാം കാണും. അപ്പൊ നിങ്ങളുടെ നാട്, ചില നാടുകളൊക്കെ നമുക്ക് കാണിക്കാം. എല്ലാ നാടല്ല, നമ്മൾ പോകുന്ന വഴിയിൽ കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണിക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ ചിറമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി, പരപ്പനങ്ങാടി അടുത്ത്. ഈ പരപ്പനങ്ങാടി എന്ന് പറയുമ്പോൾ അത് കോഴിക്കോട് ജില്ലയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ചിറമംഗലം മലപ്പുറമാണ്, അത് നോക്കിയാൽ അറിയത്തുള്ളൂ കേട്ടോ. ഒരു കാറ് പോട്ടെ, റൈറ്റ്. അപ്പോൾ ഓക്കെ, ചിറമംഗലം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞു. ഇനി പരപ്പനങ്ങാടി. നമ്മൾ 3 പേര് പോയപ്പോ നമുക്ക് ഒരിച്ചിലൂടെ ഒരു സമാധാനവും ഫ്രീ ആയ പോലെ ഒരു ഫീൽ ഉണ്ട് അല്ലേ. മറ്റേ ഞങ്ങൾ 2 പേര് പോകുമ്പോൾ വെച്ചാൽ ഫുൾ ടൈം നമ്മൾ വണ്ടി ഓടിക്കുന്ന ടെൻഷനാണ്. ഇപ്പൊ ആ ഒരു ടെൻഷൻ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ വ്യത്യാസം. അതുപോലെ വഴി അയ്യോ, അന്ന് പോയപ്പോ ഏതോ കുന്നും മലയൊക്കെ കയറിയ പോയി. പക്ഷെ ഇപ്പൊ പോയത് ഫുള്ള് നിരപ്പായി. അന്ന് ഞാൻ കരുതി ഈ സൈഡിലോട്ട് വരാൻ ഫുള്ള് മല കയറി ഇറങ്ങിയിട്ടാണോ വരണ്ടേന്ന്. സർവീസ് റോഡിലൂടെ നമ്മൾ വന്നത് മറ്റേ വഴിയേ. ഇതിപ്പോ നമ്മൾ വന്ന റൂട്ട് എന്ന് പറയുന്നത് എറണാകുളം, അങ്കമാലി, പെരുമ്പാവൂര്, അങ്കമാലി. അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ കോട്ട, അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ 3 പീടിക. 3 പീടികയിൽ നമ്മൾ നേരെ വന്നത് എവിടെയായിരുന്നു? ചാവക്കാട്. അതെ, 3 പീടികയിൽ നിന്ന് നമ്മൾ ചാവക്കാട്. അങ്ങനെ ചാവക്കാട് നിന്നാണ് നമ്മൾ പൊന്നാനി, തിരൂര്, താനൂര്. അതാണ് കേട്ടോ റൂട്ട്. റൂട്ട് അറിയാത്തവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്തോ. അത് നല്ല റൂട്ടാണ്. കാരണം ലോറിയും കൊണ്ട് പോകുന്നവർക്ക് നമുക്ക് കയറ്റങ്ങളെല്ലാം കുറഞ്ഞ് നമ്മൾ ബീച്ചിൻ്റെ ഏരിയയിൽ കൂടെ ഒക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ആശ്വാസമുണ്ട്. നമുക്ക് ഒരുപാട് എണ്ണ ലാഭിക്കാം. മറ്റേ റൂട്ടിൽ പോയാൽ നമ്മൾ ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ ഞങ്ങൾ നല്ല എണ്ണ അടിച്ചായിരുന്നു. അതാ ഗൂഗിൾ മാപ്പ് നോക്കി പോയി. അതെ, നമുക്ക് അറിയത്തില്ല. രണ്ടാമത് നമ്മൾ പ്രതിവേട്ട വന്ന പിന്നെയാണ് നമ്മൾ വഴിയൊക്കെ പഠിച്ചത്. അതെന്തായാലും കാര്യമല്ലോ. ഇനിയിപ്പോ പകൽ ഓടുമ്പം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇപ്പൊ സൺഡേ ആയതുകൊണ്ട് നമുക്കൊരു ആശ്വാസം. അപ്പൊ നിങ്ങളുടെ കമന്റ് ഒക്കെ നമ്മള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഓരോ കമന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ തെറി വിളി കഴിഞ്ഞ കുറെ നാളുകൊണ്ട് കിട്ടുന്നുണ്ടായിരുന്നു, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 3-4 ദിവസം എയറിലായിരുന്നു, അതും വളരെ സന്തോഷം. അപ്പൊ ഇനി കടലുണ്ടി വഴിയൊക്കെയാണ് പോകണം കേട്ടോ.
പരപ്പനങ്ങാടി. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കടലുണ്ടിക്കടവ് പാലം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്ത് കാണാൻ പറ്റും, നോക്കിയിട്ട് കടലും കായലും കൂടെ ഒന്നാവുന്നതിന്റെ തൊട്ടടുത്തുള്ളൊരു പാലമാണ് കേട്ടോ. ഇത്ര അടുത്ത് നമ്മളിങ്ങനെ കടലും കായലും ഒന്നാവുന്നതിന്റെ അടുത്തൂടെ നമ്മളിങ്ങനെ പാലത്തെ കൂടെ പോകുന്ന കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉള്ളൂ. അപ്പുറത്ത് നമുക്ക് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണാം കേട്ടോ. കടൽ കാണാം, അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ബോട്ടൊന്നും കണ്ടില്ല, കടലിൽ ബോട്ടൊന്നും കാണുന്നില്ല. ജോൺസൺ മാഷ് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പുറത്ത് നമുക്ക് കടലുണ്ടി റെയിൽവേ ട്രാക്ക് കാണാം കണ്ടോ. ആ സൈഡായിട്ട് റെയിൽവേ ട്രാക്ക് കാണാം. കടലുണ്ടി പാലം അറിയാമല്ലോ, പണ്ട് തകർന്നത്. അത് ആ പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കടലുണ്ടിക്കടവ് പാലമാകുമ്പോൾ അത് കടലുണ്ടി പുഴയാണ്. അപ്പോൾ ഏകദേശം അത് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കടലുണ്ടി കടവ് പാലം ക്രോസ് ചെയ്തു. പാലം ക്രോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് കണ്ടു ഇവിടെ ക്യാമറ കാണാം. ഫറോക്കിന് 7 കിലോമീറ്റർ ആണ് കേട്ടോ. കോഴിക്കോട് ഇവിടുന്ന് 17 കിലോമീറ്ററും കൂടെ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിക്കോട് വരെ കാണിക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ബാക്കി വിശേഷങ്ങൾക്ക് അടുത്തുള്ളിൽ കാണിക്കാം. അപ്പോൾ ഇന്ന് കോഴിക്കോട് വരെയുള്ള യാത്രയാണ്. ഇന്നലെ 2 മണിക്ക് തുടങ്ങിയ യാത്രയാണ് നമ്മളെ. ഞങ്ങളിന്ന് സത്യം പറയുന്നത് ഇന്ന് പകൽ ഓടണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. കാരണം ട്രാഫിക്കൊക്കെ ആയിരിക്കുന്നു. പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മൾ ഇന്ന് പോകുന്ന ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. നേരത്തെ പറഞ്ഞു തന്നെയാണ്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ആദ്യക്കുട്ടിയുടെ സീറ്റ് ഇവിടെയാണ് കേട്ടോ. അവിടെ എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? ഇവിടെ കുഴപ്പമില്ല. നേരത്തെ ഇവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, ഇടയ്ക്ക് ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കും, ഇടയ്ക്ക് അവിടെ പോകും. ശരിയാ, കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ താഴെ കിടന്ന് മേളിൽ ജോൺസൺ മാഷും കിടന്നു. 1 മണിക്കൂർ അത്രേ ഉള്ളൂ. 1-2 മണിക്കൂറിനകത്ത് അല്ലേ? ഉറക്കമൊന്നും കുഴപ്പമില്ലല്ലോ? ഇല്ല. അല്ല, ഓക്കെ അല്ലേ? ഇത് കുറെ ദിവസമായില്ലേ നീ ഇങ്ങനെ ലോറി യാത്ര ചോദിക്കുന്നത്? കൊറേ ദിവസമായി യാത്ര ചെയ്തിട്ട് തന്നെ. പിന്നെ ഇങ്ങനെ വീട്ടിൽ തന്നെ വെളിയിലോട്ട് ഇറങ്ങാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അതിൻ്റെതായിട്ടുള്ള ഒരു ഇപ്പൊ മാറിയില്ലേ? ഇപ്പൊ മാറി, ഇപ്പൊ ഓക്കെ ആയി. പിന്നെന്താ ജോൺസൺ മാഷ് ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ഈ പരിപാടിക്ക് ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എന്നാലും വണ്ടി ഓടിച്ചോ അല്ലേ? നല്ല അടിപൊളി സൂപ്പർ റോഡാട്ടോ ഇവിടെയൊക്കെ. കടലിന്റെ സൈഡാണ് അല്ലേ? തോന്നിയില്ലേ? അതെ, ഇതിലെ കൂടി പോകുന്നത് നമുക്ക് നല്ലത്. മറ്റേ വഴിക്ക് പോവാണെങ്കിലേ ഫുള്ള് സർവീസ് റോഡിൽ കൂടി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്ലോക്കും പിന്നെ ഇതിനെക്കാളും കയറ്റമൊക്കെ ഉണ്ടല്ലോ അതില്. അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആവും. അപ്പം നമ്മളെ വണ്ടി പോകുമ്പോൾ ചില ബാക്കിയുള്ള വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അതിൽ കൂടി അവർക്ക് ആർക്കും ഓവർടേക്ക് ആക്കാനും പറ്റിയല്ല. നിങ്ങൾ പണ്ട് തടി കൊണ്ടുപോകുന്നുണ്ടിരുന്നല്ലേ? തടി കൊണ്ടുവരുമ്പോ നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റുമോ? തടി വെളിയിലോട്ട് തള്ളി നിൽക്കുമോ? നമ്മളങ്ങനെ ഓവർ തള്ളി ഇരുന്നില്ല. വെളിയിലേക്ക് വലിയ വണ്ടിയാണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ? നമ്മളങ്ങനെ തള്ളി ഇടുന്നില്ല ഓവർ. വെളിയിൽ ഗ്ലാസ് കാണുന്ന പോലെ ഇടുള്ളൂ. അത് കുറച്ച് നമ്മളൊരു ലേശേ ഇടുന്നുള്ളൂ. നമ്മളെ വലിയ വണ്ടിയായിട്ട് ചെറിയ വണ്ടിക്കാണ് പുറത്തോട്ട് നിൽക്കുന്നത് അല്ലേ? അതെ. നമ്മൾ പിന്നെ പാസിംഗ് റോഡല്ലേ എടുക്കുന്നുള്ളൂ. പാസിംഗ് റോഡാകുമ്പോൾ ഈ വണ്ടിയിൽ അതിന്റെ വെളിയിലേക്ക് തള്ളിയിടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ഈ വാടകയുടെ ഒരു പ്രശ്നം പറ്റിയായിരുന്നു. അത് ഈ ടണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോഴേ നമുക്ക് നമ്മളിപ്പോ ഈ കയറ്റിയിരിക്കുന്ന ലോഡിന് 21 ടണ്ണിന് 50,000 രൂപയാണ് പൂവിനൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 24 ടണ്ണ് ഗ്യാരണ്ടി കിട്ടുമെന്നാണ് പറഞ്ഞത്. 24-25 ടണ്ണോളം നമുക്ക് വെയിറ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ലോഡൊക്കെ കയറ്റി വന്ന് തൂക്കി നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് 23 ടണ്ണേ ഉള്ളൂ. അപ്പം നമുക്ക് 1-2 ടണ്ണിൻ്റെ അത്രയും വെയിറ്റ് കുറവ് വന്നുകൊണ്ട് നമുക്ക് വാടകയും കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ എത്ര 50 55 രൂപ ഉള്ളൂ നമുക്ക് വാടക. നമ്മൾ പൂനെ വരെ പോകുന്നതിന് നമുക്ക് 55 രൂപ ഉള്ളൂ. നമ്മൾ സാംഗ്ലി വരെ പോകുന്നതിന് നമുക്ക് ഇതിനു മുമ്പേ 50 രൂപ 52 രൂപ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഓട്ടം അങ്ങോട്ട് നഷ്ടമാണ്. പക്ഷെ നമ്മൾ നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലവ് നടന്നു പോകുന്നേ ഉള്ളൂ. ലാഭമില്ലെന്ന് പറയാം. ലാഭമില്ല. പിന്നെ ഡ്രൈവറിനുള്ള ശമ്പളത്തിനുള്ള പൈസ ഒന്നും തികയത്തില്ല. പിന്നെ നമ്മൾ തിരിച്ച് നമ്മൾ മിക്കവാറും തക്കാളിയല്ല സവാള. നമ്മൾ സവാള ആയിരിക്കും തിരിച്ച് എടുക്കുന്നത്. സവാള നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അറിയിക്കാം കേട്ടോ. എന്നിട്ട് ഉറപ്പായിട്ടും ഈ ഒരു ട്രിപ്പിൻ്റെ കണക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റില്ലേ പോകണ്ടേ? നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോയിട്ട് പിന്നെ ലെഫ്റ്റില്ലേ പോകും. നമ്മൾ പാലത്തിനടിയിൽ കൂടെ അല്ലേ പോകണ്ടേ? വലിയ വണ്ടി ഇച്ചിരി ഫുൾ ഓടിയാൻ ഇച്ചിരി പാടാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു റെയിൽവേ ബ്രിഡ്ജ് വരും. അതിന്റെ അടിയിലെ കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് അപ്പുറത്തെ കൂടെ പോകല, അതിന്റെ അടിയിൽ കൂടി പോകുന്നില്ല, അപ്പുറത്തോട്ട് പോയാൽ നമ്മളിപ്പോ പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അപ്പൊ ഇച്ചിരി ഹൈറ്റ് ഉള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് റൈറ്റ് ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് നമ്മളെ അടുത്തോട്ട് വളഞ്ഞു, നമ്മൾ വലത്തോട്ട് വളഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇറങ്ങിപ്പോകാം. നമ്മളെ ഇപ്പൊ നിൽക്കുന്ന കടലുണ്ടിയിലാണ് കേട്ടോ. നമ്മളെ പഴയ ഒരു സുഹൃത്താണ്, അതായത് യൂട്യൂബിൽ നമ്മളെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ട് ഉള്ള തന്നെ ഞാൻ പണ്ട് തൊട്ട്
നമ്മൾ പരിചയമാണ്. പല കാര്യങ്ങളും ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്ന ആളാണ്. ഇപ്പൊ ഒന്നുമില്ല, 5-6 കൊല്ലം അല്ലേ, 5-6 കൊല്ലം മുമ്പ് നമ്മൾ യൂട്യൂബിൽ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് നമ്മൾ ബാബുവേട്ടൻ്റെ നാട്ടിലാണ്. ഇതിൽ പോകുമ്പോൾ എപ്പോഴും വിളിക്കും, കാണാൻ പറ്റാറില്ല. ഇപ്രാവശ്യം കണ്ടു. നമ്മൾ കല്യാണത്തിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തുണ്ട് ചെങ്ങന്നൂർ വരെ വന്നായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ യാദൃശ്യമായിട്ട് കണ്ട്. പുള്ളി ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഫോട്ടോ കൂടെ എടുക്കാം അല്ലേ. മോളെ പേരെന്താ മോളെ? ആൻവി. എത്രയാ പഠിക്കുന്നത്? 3-ാം ക്ലാസ്സിൽ അല്ലേ? ഒരു ചാനൽ എനിക്കുണ്ട്, അഭിരാമി ക്രിയേഷൻസ് ആണ് ചാനലിന്റെ പേര്. ഫോട്ടോഗ്രാഫി സംബന്ധമായ കാര്യങ്ങളാണ് കൂടുതലും ചെയ്യാറ് കേട്ടോ. അപ്പൊ അത് എല്ലാരും നോക്കണം കേട്ടോ, അഭിരാമി ക്രിയേഷൻ. ഞാൻ വേണേൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്യാമറ കാര്യങ്ങളൊക്കെ അല്ലേ, ക്യാമറ ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടപ്പെടുന്നവർ നോക്കിയാൽ മതി. അപ്പൊ അത് നല്ല ക്യാമറ പരമായ കാര്യങ്ങളൊക്കെ ആ ചാനലുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു ഫോട്ടോ എടുത്താലോ അതല്ലേ? അപ്പൊ നമ്മളെ ബാബുവേട്ടൻ നമുക്ക് ഇതാണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് തന്നു കേട്ടോ. എല്ലാം അയച്ചു തരുമല്ലോ? ആ ഓക്കെ ഓക്കെ. എന്നാ വാട്സാപ്പിൽ അയച്ചു തന്നാൽ ഇപ്പൊ അയക്കാൻ പറ്റുമോ? ആ അപ്പൊ വേണേ നമുക്ക് ഐഫോണിൽ നിന്ന് ഡയറക്റ്റ് അയക്കാമല്ലോ അല്ലേ? മോൾക്ക് നമുക്ക് ഒന്ന് വണ്ടിയിലൊക്കെ ഒന്ന് കയറി കാണിക്കാം കേട്ടോ. കയറാൻ പറ്റുമല്ലോ? ആ അതെവിടെ പിടിച്ചോ മോളെ? ആദ്യമായിട്ടല്ലേ ലോറി കയറുന്നത് അല്ലേ? AC ഒക്കെ ഇട്. അപ്പൊ നമുക്ക് ഫോട്ടോസൊക്കെ വാങ്ങിക്കണം. ലോറിയിൽ പോയല്ലോ. എന്നാ മാഷ വണ്ടിയുടെ അത് തുറന്നു കൊടുക്കിട്ടോ. ആ അപ്പൊ മോക്ക് ഒന്ന് ഒരു ചെറിയൊരു റൈഡ്, അച്ഛൻ പുറകെ വരും കേട്ടോ, പേടിക്കണ്ട. അപ്പൊ ജോൺസൺ മാഷിന് കുറെ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ചെലവുണ്ട്. എഡിറ്റിൽ ഫോട്ടോസൊക്കെ നമുക്ക് നല്ല പ്രൊഫഷണൽ ആയിട്ട് ഫോട്ടോസൊക്കെ ബാബുവായിട്ട് എടുത്തു തന്നു. ഞങ്ങളെ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഇടാം. ആ പൈസയൊക്കെ കൂട്ടി വെച്ചോ. ഞാൻ പറഞ്ഞു മോളെ പേര് ഞാൻ പറഞ്ഞു, എന്തായിരുന്നു പറഞ്ഞത്? ആൻവി. ആ ആൻവി. അപ്പൊ അച്ഛൻ പുറകെ വരും. അപ്പൊ നമുക്ക് ഇനി നമുക്ക് 17 കിലോമീറ്റർ ആണ് കേട്ടോ നമുക്ക് കോഴിക്കോടേക്കുള്ളത്. അപ്പൊ എന്തായാലും നമ്മള് ബാബുവേട്ടനെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നത് തമ്മിലിലേക്ക് ഇടാൻ കുറച്ച് ഫോട്ടോസായി. അപ്പൊ മോളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ജസ്റ്റ് റൈഡ്. അച്ഛൻ എന്തിയാ പറയുണ്ടോ? കണ്ണാടി കാണാവോ? ആ മുമ്പിൽ പോയല്ലേ? ആ ഓക്കെ ഓക്കെ, മുമ്പിലാണ് ആളെ കേട്ടോ. നിങ്ങളെ സ്കൂൾ ഇവിടെ അടുത്താണോ? ഈ റൂട്ടല്ല അല്ലേ, വേറെ റൂട്ട്. ഈ ഇവിടെയാണോ സ്കൂള്? ഇവിടെ അല്ല. ആ എന്നാ എവിടെയെങ്കിലും സൈഡിലൊക്കെ ഒതുക്കിയാൽ അച്ഛൻ ഇലക്ട്രിക് സ്കൂട്ടറാന്ന് തോന്നുന്നുള്ളത് ബാബുവേട്ടൻ്റെ അല്ലേ? ഐ ക്യൂബ് ഏത് വണ്ടിയാ? TVSന്റെ ആണോ ഐ ക്യൂബ്? അവിടെ ഒതുക്കിയ കേട്ടോ. അതുകൊണ്ട് അവിടെ സ്ഥലം ഉണ്ടല്ലോ. നമുക്ക് കണ്ട ഇവിടെ ഇവിടെ ഉണ്ടോ ഓട് ഫാക്ടറി ഒക്കെ കാണാം. നമ്മളിപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ ഒരു അണ്ടർ പാസേജിലേക്ക് കൂടെ പോകുന്നു. അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫറോക്ക് എത്തി കണ്ടോ. ഇവിടെ ഫറോക്ക് എത്തുന്നതിന് മുമ്പായിട്ടുണ്ടോ നമുക്ക് ഇവിടെ എല്ലാം ഓട് ഫാക്ടറി കാണാം. 3.6 മീറ്റർ ആണ് ഇവിടുത്തെ ഹൈറ്റ് ലിമിറ്റ് കേട്ടോ. നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പോവും. നമ്മൾ ഇതിനു മുമ്പേ ഓൾമോസ്റ്റ് ഈ ഒരു ലോഡ് പാസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ അധികം ഹൈറ്റുള്ള നമ്മുടെ കണ്ടെയ്നർ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇതിനകത്തൂടെ വരത്തില്ല. ഈ വണ്ടി കട്ടിച്ച് പാസ് ചെയ്ത് പോകും. വേണ്ട ഈ പാലം നമുക്ക് ഇതിലെ പോവാത്ത വണ്ടിക്ക് അപ്പുറത്തൂടെ വഴിയുണ്ട്. അപ്പോൾ അതിൽ വേണമെങ്കിലും പോവാം കേട്ടോ. എന്നാലും ഒന്ന് സ്ലോ ചെയ്ത് പോയിക്കോ. നമ്മളെ വണ്ടി കറക്റ്റാട്ടോ. നമുക്ക് ആ മിററിലൂടെ കാണാൻ പറ്റും. നമ്മളുടെ ക്യാബിന്റെ മേളിലൊന്നും നമുക്ക് ലോഡില്ല. നമ്മളെ വണ്ടിയുടെ ഹൈറ്റിൽ ഒരു ഇച്ചിരി വ്യത്യാസത്തിലേ നമുക്ക് ലോഡുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മളിനി ഫറോക്കിലോട്ട് കയറുവാണ് കേട്ടോ. ഇവിടെ എല്ലാം ഉണ്ടോ? മീൻ മാർക്കറ്റൊക്കെ കാണാം. കല്ലുമ്മക്ക, കോഴിക്കോടൊക്കെ കല്ലുമ്മക്ക ഒക്കെ ഭയങ്കര ഇതാണല്ലോ, എല്ലായിടത്തും കിട്ടുമല്ലോ. അപ്പുറത്ത് കാണുന്നതാണ് നമ്മുടെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇത് ഫറോക്ക്, ഇതാണ് പ്രോപ്പർ ഫറോക്ക് എന്ന് പറഞ്ഞ സ്ഥലം.
റെയിൽവേ സ്റ്റേഷനൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്തൊക്കെ. അപ്പം എല്ലാ റെയിൽവേ സ്റ്റേഷനും നവീകരണമാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രശസ്തമായ നഗരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നഗരമാണ് നമ്മുടെ കോഴിക്കോട്. നമ്മളങ്ങനെ കോഴിക്കോട് നഗരത്തിൻ്റെ ഭ്രാന്ത പ്രദേശത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അല്ലേ, എങ്ങനെയുണ്ട് വർണ്ണന? ഇപ്പോഴത്തെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണോ അത്? ട്രെയിൻ പോകുന്നു. ട്രെയിൻ പോകുന്ന കാണാം. നീ ഞാൻ ആദ്യമായിട്ടല്ലേ കോഴിക്കോട്? അല്ല, നമ്മൾ ട്രെയിനിൽ വന്നിട്ടുണ്ടല്ലോ. ട്രെയിനിൽ ബസ്സിൽ പോയിട്ടുണ്ടല്ലോ. ആ ശരിയാ, ബസ്സിലും ട്രെയിനിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ലോറിയിൽ ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ഇത് ഏതാ കറക്റ്റ്? നമ്മളത് ബൈപ്പാസിലെ കൂടെ പോയത്. നമ്മള് രാമനാട്ടുകര വഴിയിൽ പോയി. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ കോഴിക്കോട് ഏത് സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. ഇത് റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്താന്ന് തോന്നുന്നല്ലേ? ആണ്. അപ്പൊ നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോൺസൺ മാഷിന് കോഴിക്കോടിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടം എന്തോ? കോഴിക്കോടിൽ ഏറ്റവും ഇഷ്ടം എന്താ? ഇഷ്ടങ്ങളൊന്നുമില്ല. നിനക്ക്? ക്യാമറ ഓഫ് ചെയ്താ ജോൺസൺ മാഷ് ഇഷ്ടങ്ങളൊക്കെ പറയും കേട്ടോ. നിനക്ക് എന്താ ഇഷ്ടം? എനിക്ക് നമ്മൾ അന്ന് കോഴിക്കോട് വന്നിട്ട് കോഴിക്കോട് ബിരിയാണി കഴിച്ചായിരുന്നു. അതെ, നല്ല ബിരിയാണി ആയിരുന്നു. ഇവിടുത്തെ ഭക്ഷണം നല്ലതാണ് കോഴിക്കോട്. പിന്നെന്ന് പറയുന്നത് ആൾക്കാർ നല്ലതാണ്, നമുക്കറിയാം. പിന്നെ ഞാൻ വേറെ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ കോഴിക്കോടിനെ കുറിച്ച്. കോഴിക്കോടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓട്ടോക്കാരില്ലേ മാന്യമായിട്ട് മീറ്റർ നോക്കി റേറ്റ് വാങ്ങിച്ച് ഓടുന്നത്. ഇപ്പോഴല്ല, ഞാൻ 3-4 വർഷം മുമ്പ് വന്നപ്പോഴാണ് അങ്ങനെ ആയിരുന്നു. കറക്റ്റ് വാടക, കറക്റ്റ് മീറ്റർ ഒക്കെ നോക്കി വാങ്ങിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് എനിക്ക് കറണ്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അന്ന് വന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. നമ്മളവിടെ ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. കറക്റ്റ് മീറ്റർ വാടകയിൽ ഓട്ടോ ഓടുന്ന ചേട്ടന്മാരെ ഇവിടെ കുറേ കണ്ടായിരുന്നു 2-3 കൊല്ലം മുമ്പ് വന്നപ്പം. അത് പിന്നെ ബിരിയാണി, പിന്നെന്തുവാ ഇവിടുത്തെ ഭാഷ അല്ലേ? ഭാഷയൊക്കെ നല്ല രസമാണ്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ കല്ലായി ആണ് കേട്ടോ. അത് കോഴിക്കോടിന് മുമ്പായുള്ള സ്ഥലം കല്ലായി. കല്ലായി കടവത്ത് പാടിയോ? ജോൺസൺ മാഷ് ഒരു പാട്ട് വേണം, കേക്കട്ടെ? വേണ്ട, ജോൺസൺ മാഷ് ക്യാമറ ഓൺ ചെയ്യാതെ ഞാൻ പാടിപ്പിക്കുന്നു. അതുകൊണ്ട് കല്ലായി റെയിൽവേ ട്രാക്കിന്റെ മേളിലെത്തി. നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ വാതിലൊന്നും നിൽക്കും. ഈ സമയം കല്ലായി അപ്പുറത്ത് നമുക്ക് ഇതൊക്കെ കാണാം, തടിമില്ലൊക്കെ കാണാം. കല്ലായിൽ സാമില്ല ഇപ്പുറത്തെ സൈഡൊക്കെ ഉണ്ട്. മറ്റേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത ഏരിയ കാണാം. കല്ലായി കോഴിക്കോട് എല്ലാം അടുത്തടുത്ത് തന്നെ. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർന്ന് കോഴിക്കോട് അങ്ങ് പറഞ്ഞേക്കാം അല്ലേ? നമ്മളിനി ഇതിലേ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ട്രക്കിൽ പോകുന്നതുകൊണ്ട് നമ്മൾ പ്രോപ്പർ ടൗണിലെ കൂടെ ഒന്നും ആയിരിക്കത്തില്ല. നമ്മളിപ്പോൾ ബീച്ച് സൈഡിൽ നിന്നല്ലേ പറഞ്ഞു? ഏത് വഴിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? ബീച്ച് സൈഡിലെ കൂടെയാ? അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിലെ കൂടെ പോകുന്നതാണ് ജോൺസൺ മാഷ് പറഞ്ഞത്. ബ്ലോക്കാണ് തിരിച്ചുവിടും. ബീച്ച് റോഡ് അങ്ങോട്ടല്ലേ പോകണ്ടേ? അപ്പോൾ ലെഫ്റ്റ് പിടിച്ചോ. ആണ്, ലെഫ്റ്റേ പോകാൻ പറ്റൂ. നോ എൻട്രി അങ്ങോട്ട്. നോ എൻട്രി. നമ്മളെ കേരളത്തിലെ വഴികൾ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. കേരളം കിട്ടുകഴിഞ്ഞാൽ നമുക്ക് വഴി നമുക്ക് നല്ലപോലെ അറിയാം. ഇതിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി വരുമ്പോഴും പകൽ വരുമ്പോഴും വ്യത്യാസമൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മളിനി ഒരു 5-6 ഓട്ടോ ഒക്കെ ഓടുമ്പോഴേ ശരി. ഇതുവരെയുള്ള ഓടിയയിൽ നമുക്ക് ഏകദേശം കോഴിക്കോട് വരെ എത്താനുള്ള പഠിച്ച്. ഇനി കോഴിക്കോട് നിന്ന് അങ്ങോട്ടുള്ള കുറച്ച് പഠിക്കാനുണ്ട്. അത് നമ്മൾ ഉടനെ പഠിക്കുന്നതായിരിക്കും. പോട്ടെ മാഷ. ഇതിനു മുമ്പ് ഞങ്ങൾ വന്നപ്പോഴേ വഴി തെറ്റിയിട്ട് ഈ ബ്രിഡ്ജിന്റെ അടിയിലെ കൂടെ പോയി കേട്ടോ. മേളിലെ കൂടെ ആയിരുന്നു പോകേണ്ടത്. പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷന്റെ അതിലേക്ക് എത്തി അല്ലേ? റെയിൽവേ സ്റ്റേഷൻ്റെ അതിലേക്ക് എത്തി കുറേ കറങ്ങേണ്ടി വന്നു. അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മൊത്തം കറങ്ങേണ്ടി വരും കേട്ടോ. നമ്മൾ കാറിലൊന്നും പോകുമ്പോൾ നമുക്ക് പ്രശ്നമേ അല്ല. ട്രക്കിൽ വരുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്തായാലും നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം എത്രയായി? സമയം എത്രയായി? സമയം 3 മണി അല്ലേ? 1 മണി. സോറി, 3 മണി. 1 മണിയായി. കോഴിക്കോട് നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കാം. ഇന്നിപ്പോൾ നമ്മൾ കുക്കിംഗ് നടക്കും തോന്നുന്നില്ല. നമ്മളെ എന്താ പറയുക, മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ അടുപ്പ് ശരിയല്ല. അതൊന്ന് റെഡിയാക്കണം, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം വാങ്ങിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ തൊട്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങാം അല്ലേ? ഇന്നിപ്പോൾ ഇങ്ങനെ പോട്ടെ. നമ്മൾ എവിടെ എത്തി ഇപ്പം? കോഴിക്കോട് ബീച്ച് കാണാം കേട്ടോ. അതുകൊണ്ട് നമുക്ക് നേരെ കാണുന്ന കടലാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കോഴിക്കോട് ബീച്ചൊക്കെ കാണുന്നത് തന്നെ കേട്ടോ. ഇനി നമ്മൾ ബീച്ചിൻ്റെ സൈഡ് പിടിച്ച് ഇങ്ങനെ പോകണം.
മെയിൻ ബീച്ച് എവിടെയാണ്? കഴിഞ്ഞു അത്. എന്നാലും കടല് കാണാം. നമുക്ക് അങ്ങനെ കോഴിക്കോട് അത്ര വഴികളൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല കേട്ടോ. അത്രയും നല്ല തീരെ വഴികളൊന്നും അറിയത്തില്ല. വന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എന്നല്ലാതെ അധികം നമ്മൾ വരുന്ന സ്ഥലങ്ങളില്ല. അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള സ്ഥലവും അല്ല കോഴിക്കോട്. അതുപോലെ കോഴിക്കോടൊന്നും ശരിയായ രീതിയിൽ കണ്ടിട്ടില്ല ഞാൻ. കോഴിക്കോടും കണ്ണൂരും. കോഴിക്കോടും കണ്ണൂരും നമ്മൾ വലുതായിട്ട് വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ അധികം യാത്ര ചെയ്തിട്ടില്ല. 1-2 വട്ടം വന്നു, 4-5 വട്ടം വന്നു എന്നല്ലാതെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് വല്ലപ്പോഴും ഒരു വട്ടം വരണം ഇവിടെയൊക്കെ ഒന്ന് നല്ല രീതിയിൽ. അതിനാണ് 2 ദിവസം നിൽക്കണം. 2 ദിവസം നിന്നാലേ ഇവിടെ നമ്മളാരെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് കാണുമല്ലോ. അപ്പോൾ ആരെങ്കിലും കൂടെ 2 ദിവസമൊക്കെ നിന്ന് നമുക്ക് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ ഈ ഫുഡും സീ ഫുഡും ഈ ബോട്ട് ഏരിയയും ബേപ്പൂരും ഒക്കെ ആയിട്ട് നമുക്കൊരു വീഡിയോ ഒക്കെ ചെയ്യണം എപ്പോഴെങ്കിലൊക്കെ. അങ്ങനെ നമ്മൾ കണ്ടേ പ്രോപ്പർ നമ്മളെ കോഴിക്കോട് ബീച്ച് കാണാൻ പറ്റും. കണ്ടോ കോഴിക്കോട് ബീച്ച്, കോഴിക്കോട് അടിപൊളിയായിട്ടുണ്ടല്ലേ? കന്യാകുമാരിയുടെ പോലത്തെ രീതിയില്. അതേപോലെ എന്താ പറയാ നല്ല വൃത്തിയായിട്ടുണ്ട് നടപ്പാതയൊക്കെ. ചാനലുകാർ മിക്കപ്പോഴും രാവിലെ ഇവിടെ കാണാം, നടക്കുന്നവരൊക്കെ ആയിട്ടുള്ള ചെറിയ സുപ്രഭാതം പരിപാടിയൊക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും ഉച്ചയാണെങ്കിലും ആൾക്കാരുണ്ട് കേട്ടോ കോഴിക്കോട് ബീച്ചില്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല ആൾക്കാരുണ്ട്. അപ്പോ നമ്മളെ വീഡിയോ കാണുന്ന കോഴിക്കോടുള്ള എല്ലാവർക്കും നമ്മുടെ വക ഒരു വലിയ ഹായ് അല്ലേ? അപ്പൊ എല്ലാവരുടെ അടുത്തും നമ്മൾ അന്വേഷണം പറഞ്ഞിരിക്കുന്നു. നമ്മളപ്പോൾ കോഴിക്കോട് നിന്ന് പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ അങ്ങ് പോകണം. നമ്മൾ എന്തായാലും ഇത് കൊള്ളാം കേട്ടോ. ബീച്ച് വഴി നമ്മളിങ്ങനെ ലോറി പോകുന്ന ഒരു വെറൈറ്റി ഒരു അനുഭവമാണ്. ഈ സൈഡൊക്കെയാണ് കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ. നല്ല ആളുണ്ട്. ഇത് സൺഡേ അല്ലേ? നമ്മളെ ഞായറാഴ്ച അല്ലേ? അതാണ് ഇത്ര നല്ല തിരക്കാവുമായിരിക്കും. ഇപ്പൊ തന്നെ ഈ ഉച്ചക്കന്നെ ഇത്ര ആൾക്കാരുണ്ട്. വൈകിട്ടാകുമ്പോ പിന്നെ പറയണ്ടല്ലോ. കടല് കണ്ടിട്ട് കൊല്ലം ഓർമ്മ വരുന്നല്ലേ കടല് കാണുമ്പോ? നമ്മള് പാലക്കാട് ആയതുകൊണ്ട് നമ്മള് കടലൊന്നും അധികം കാണാറില്ലല്ലോ. കൊല്ലത്ത് പോകുമ്പോ മാത്രമേ കടല് കാണാറുള്ളൂ. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ. ഇത് വണ്ടി ദുബായിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണല്ലോ. അതാരെങ്കിലും ആ വീഡിയോയിൽ വന്നോ? ഇത് ഇവിടെ മലബാറിലുള്ളവർ ഒരുപാട് വണ്ടികൾ കൊണ്ടുവരും ദുബായിൽ നിന്ന് അവിടെ നിന്നൊക്കെ. അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇന്നലെ രാത്രി 2 മണി തൊട്ട് തുടങ്ങിയ യാത്ര നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ബാക്കി വിഷയങ്ങളൊക്കെ അടുത്ത വീഡിയോ ആണല്ലേ? അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നെഗറ്റീവോ പോസിറ്റീവോ എല്ലാരും കമന്റ് ചെയ്തു. അത്രേ ഉള്ളൂ. അപ്പൊ ഞാനും ആദ്യക്കുട്ടിയും എന്തുകൊണ്ടേ നമ്മുടെ ജോൺസൺ മാഷുമായിട്ട് കോഴിക്കോട് നിന്നും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നാളെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. മിക്കവാറും ഇന്നത്തെ വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങൾ ഇന്ന് കാണുന്നത്. അപ്പം ബൈ.